ഹലോ മച്ചവനെ, വെൽക്കം ബാക്ക് ടു ആൻഡ്രോയിഡ് ഗെയിമർ കമ്മിറ്റി. അപ്പം മച്ചവനെ ഇന്ന് മുഹമ്മദ് ഖാൻ്റെ ക്ലബ് കാരിയർ മോഡ് എപ്പിസോഡാണ്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കും മച്ചവനെ. അപ്പം ഫസ്റ്റ് മാച്ച് തന്നെ പഞ്ചാബ് എഫ്സിനോടാണ് മച്ചവനെ. അപ്പം കളികൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 1-ാം മിനിറ്റിൽ തന്നെ മുഹമ്മദ് ഖാന് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അൻവർ അലി, ഇന്ത്യൻ ഡിഫൻഡർ അൻവർ അലി, forward to അർമാന സാദിഖ്. ഗോൾ അടിച്ച് 3 ഡിഫൻഡറാണ്. ബാക്കിലോട്ട് 2 റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് 3 ഡിഫൻഡറിനാണ്. അർമാന സാദിഖ് സിമ്പിളായി ഗോൾ അടിച്ചിരിക്കുകയാണ്. 2-ാം മിനിറ്റിൽ പഞ്ചാബ് എഫ്സിക്ക് ഒരു ചാൻസ് ഇരിക്കുകയാണ്. പഞ്ചാബ് എഫ്സി നല്ല ഷോട്ടാണ് വെച്ചത്. ഗോൾ കീപ്പർ ജഡ്ജ് ചെയ്ത് ക്യാച്ച് പിടിക്കുന്നു. വീണ്ടും പഞ്ചാബ് എഫ്സിക്ക് ഒരു ചാൻസ് കൂടി കിട്ടിയിരിക്കുകയാണ്. ഇത് ലീഡ് ഡ്രോ ആക്കാൻ നല്ല അവസരമാകും. ഗോൾ കീപ്പറിൻ്റെ കയ്യിലേക്ക് തന്നെ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. 14-ാം മിനിറ്റിലേക്ക് മുഹമ്മദ് ഖാൻ ഒരു ചാൻസ്. ലിസ്റ്റൻ കൊളാസോ ടു അർമാന സാദിഖ് ടു ജേസൻ നല്ല ഫ്രീ ഫേസ്. ഗോൾ കീപ്പർ മാത്രം ഒരു ഡിഫൻഡർ ഷോട്ട് എടുക്കുമ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞു. റൈറ്റിലേക്ക് അടിച്ച് കയറ്റിയിരിക്കുകയാണ്. 2-0. മുഹമ്മദ് ഖാൻ 2, പഞ്ചാബ് എഫ്സി 0. 20 മിനിറ്റ് നമുക്ക് മുഹമ്മദ് ഖാൻ 2 ഗോൾ ഇട്ട് നിൽക്കുമ്പോൾ ഇതാ പഞ്ചാബ് എഫ്സിക്ക് ഒരു ചാൻസ്. നല്ലൊരു ക്രോസാണ്, നല്ല ഷോട്ട്. ഗോളാക്കാൻ സാധിച്ചില്ല. എന്തായാലും നിർഭാഗ്യം എന്ന് പറയാൻ വേണ്ടി പഞ്ചാബിന്. ആയിഷറായി ഒരു ഗോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിനാ വെച്ചാണെന്ന് തോന്നുന്നു. ഇവിടെ അതിലൊരു ചാൻസ്, നല്ല ചാൻസാണ് ആയിഷറായിക്ക്. നല്ല ഷോട്ട്, പക്ഷെ ഗോൾ കീപ്പർ സേവ് ചെയ്തു. പിണ്ണം വെച്ച് ഷോട്ടാണ് വെച്ചത്. ജേസൻ അർമാന സാദിഖ് ഫ്രീ ആയിട്ടുണ്ട്. ജേസൻ റൈറ്റിലേക്ക് തിരിഞ്ഞു. റൈറ്റിൽ നിന്നൊരു ക്രോസ് ഇടാനാണ് ശ്രമം. ഡിഫൻഡർ കബളിപ്പിച്ച നല്ലൊരു ക്രോസ്. ദിമിത്രിയോ പെട്രോസ് ലോങ് റേഞ്ച് ഗോൾ കീപ്പറുടെ സേവ്. നല്ല ലോങ് റേഞ്ചിൽ ഗോൾ കയറ്റാൻ നോക്കുകയാണ് മുഹമ്മദ് ഖാൻ പ്ലേയേഴ്സ്. ഇവിടെ വീണ്ടും അനിൽ താപ്പ ഇന്ത്യൻ മിഡ്ഫീൽഡർ ടു ജേസന് കൊടുത്തിരിക്കുകയാണ്. ജേസൻ വീണ്ടും അനിൽ താപ്പ കെട്ടിരിക്കുകയാണ്. ജേസന് കൊടുത്തു. ജേസന്റെ ഷോട്ട് ഗോളായിരിക്കുകയാണ്. അത്ര സിറ്റുവേഷനിൽ നല്ലൊരു പാസ് ഇവിടെ കളിച്ച അനിൽദാബ്. നല്ലൊരു കളിയാണ് അനിൽദാബിൻ്റെ. ഇവിടെ വീണ്ടും ഒരു ചാൻസ് മുഹമ്മദ് ഖാൻ. അൻവർ അലിയോ അത് മിസ്സാക്കിയിരിക്കുകയാണ് അൻവർ അലി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് നമുക്ക് 3-0 മുഹമ്മദ് ഖാൻ 3, പഞ്ചാബ് എഫ്സി 0. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ മുഹമ്മദ് ഖാൻ 4 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. അർമാന സാദിഖ് മറ്റേ വൻവീർ സിംഗ്, സാനന്ദ് സമന മറ്റേ ഹാമിൽട്ടൺ, പിന്നെ അനിൽദാപ്പെ മറ്റേ നമ്മുടെ സ്വന്തം ഹ്യൂഗോ ഗോമസ്, ദിമിത്രിയോ പെട്രോസിനെ മാറ്റി നമ്മളെ ജോണി കാക്കു. ഇങ്ങനെ 4 സബ്സ്റ്റിറ്റ്യൂഷനാണ് വെച്ചിരിക്കുന്നത് മിഡ്ഫീൽഡിൽ തന്നെ. 80 മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചാൽ 80 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കളിയിൽ അവസാന നിമിഷം ഒരു ചാൻസ് മുഹമ്മദ് ഖാൻ. അൻവർ അലി ടു മൻവീർ സിംഗ്. സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ പോലും കയറിയില്ല. ഓപ്ഷന് നല്ലൊരു ചാൻസ് മൻവീർ സിംഗ്. 2 ഡിഫൻഡർമാരും അതിൽ നിന്നും അത് പോസ്റ്റിൻ്റെ എൻഡിൽ നിന്നൊരു കർവ് ഷോട്ട്. വാട്ട് എ ഗോൾ! സീസൺ ബെസ്റ്റ് ഗോളായി മാറാൻ സാധ്യതയുണ്ട്. ഒരു പെനാൽറ്റി ജേസൻ സിമ്പിളായി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പഞ്ചാബ് ഒഫീഷ്യലി ഡൺ തോറ്റിരിക്കുകയാണ് 5-0. ഫസ്റ്റ് എപ്പിസോഡിൽ ഈ എപ്പിസോഡിലെ ഫസ്റ്റ് മാച്ച് തന്നെ കിണ്ണം കളിച്ച മാച്ച് 5-0 പഞ്ചാബിനെ തോൽപ്പിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ പറ്റാൻ വരെ ഇതൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന്. അത് വെച്ചാൽ നമുക്കൊരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പം അനിൽദാബക്കാണ് ഓഫർ വന്നിട്ടുള്ളത്. മറ്റേ ജംഷഡ്പൂർ എഫ്സിയാണ് ഓഫർ നൽകിയിട്ടുള്ളത്.
610 വാല്യൂലായിരുന്നു. അപ്പോഴേക്ക് 750 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മച്ചാവനെ. അപ്പം നല്ല ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും അപ്സെറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക മച്ചാവനെ. അപ്പോൾ നമുക്ക് നല്ല പുതിയ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരാം. ബാക്കപ്പ് പ്ലേയേഴ്സ് ആയാലും കുറച്ച് പ്ലേയേഴ്സിനൊക്കെ കൊണ്ടുവരാൻ മച്ചാവനെ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മച്ചാവനെ. നമ്മൾ പുതിയൊരു അനിയതപ്പെ സെല്ല് ചെയ്ത്. അപ്പം നമുക്ക് ഓൾറെഡി കുറേ ഡിഫൻഡർമാരുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം മച്ചാവനെ. ഞാനങ്ങ് വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മച്ചാവനെ. അപ്പം മച്ചാവനെ നമുക്ക് അടുത്ത മാച്ച് വരുന്ന മുംബൈ സിറ്റിക്കാണ്. ലീഗ് മാച്ചല്ല, ഏഷ്യൻ കപ്പ് മാച്ചാണ്. അപ്പം രണ്ടാമത്തെ മാച്ചാണ് ഏഷ്യൻ കപ്പിൻ്റെ. അപ്പം മുംബൈ സിറ്റിക്കെതിരെയാണ്. ഈ കളി ജയിച്ചാൽ നമുക്ക് 6 പോയിൻറ്റോടെ ഡബിൾ ടോപ്പേഴ്സ് ആവും. എന്തായാലും റഹ്മത്തിനോട് ജയിച്ചിട്ടുണ്ട്. അപ്പം ഇതും ജയിച്ചുള്ള 3 പോയിൻറ്റോടെ അങ്ങനെ 6 പോയിൻ്റ് കിട്ടി ടേബിൾ ടോപ്പേഴ്സ് ആകാൻ പറ്റും. അപ്പോൾ നമുക്ക് കളിയിലേക്ക് തിരിച്ചിടാം. 32-ാം മിനിറ്റിൽ മുഹമ്മദ് ഖാന് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് ഖാന് നല്ല ചാൻസ്. ലിസ്റ്റ് നിക്കോളാസ് ഉണ്ട്. മനോഹരമായ ക്രോസ് സാദിഖ് ദിമിത്രിയോ പെട്രോഡോസിന് കിട്ടിയിരിക്കുകയാണ്. ദിമിത്രിയോ പെട്രോഡോസ് ഒരു ഷോട്ട് എടുക്കാനുള്ള ഫേക്ക്. വീണ്ടും ഒരു ഷോട്ട് എടുത്തിരിക്കുകയാണ്. നല്ലൊരു സേവ് ചെയ്ത് മുംബൈ സിറ്റി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാ വീണ്ടും ഒരു ചാൻസ്. ഐശ്റായി ദ ലെഫ്റ്റ് ബാക്ക്. ഐശ്റായി ദ ഇന്ത്യൻ ഡിഫൻഡർ. നല്ലൊരു അവസരം കിട്ടിയിരിക്കുന്നത്. ഐശ്റായി ഡിഫൻഡറും ഗോൾ കീപ്പറുടെ നടുവിലൂടെ കവലിപ്പിച്ചൊരു ഗോളാണ്. ഐശ്റായി ദ ലെഫ്റ്റ് ബാക്ക് ഇന്ത്യൻ ഡിഫൻഡർ ഐശ്റായിയുടെ ഒരു ഗോളാണ് കണ്ടത്. നിങ്ങളിപ്പോൾ ലീഗിൽ ഇതുവരെ ഒരു ഗോൾ അടിച്ചില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഏഷ്യൻ കപ്പിൽ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. തൻ്റെ പേര് കുറിച്ച് വെച്ചിരിക്കുകയാണ് ഐശ്റായി. ഇത് നല്ല ചാൻസ് ആയിരിക്കും മുഹമ്മദ് ഖാനിന്. ജേസൺ നല്ല ഷോട്ട് വീണ്ടും ഒരു സേവ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ആ ഫാമൊക്കെ ഏറ്റി മുഹമ്മദ് ഖാന് കുറേ ചാൻസ് കിട്ടി. അതിലൊരു ഗോൾ മാത്രമേ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതും ഐശ്റായി ഇതാ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് ആർക്ക് ചാൻസ് കിട്ടുമെന്ന് കാണാൻ പറ്റും. ഇതുവരെ മുംബൈ സിറ്റിക്ക് ഒരു ചാൻസ് കിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു മകവടി ഗോൾ അടിച്ചിരിക്കുകയാണ്. അതിനും മകവടിയായി ഇതായിരിക്കും മുഹമ്മദ് ഖാൻ. നല്ലൊരു ഫ്രീ കിക്ക് ചാൻസ്. ദിമിത്രിയോ പെട്രോഡോസ് നേരെ അർമാന സാദിഖാണ്. ജേസന്റെ ഫ്രീ കിക്ക് നേരെ ദിമിത്രിയോ പെട്രോഡോസ് നേരെ അർമാന സാദിഖാണ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. 2-1 ആയിരിക്കുകയാണ് മച്ചാവനെ. അപ്പോൾ ഞാൻ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരുത്തി കഴിഞ്ഞ് കാണാം മച്ചാവനെ. മച്ചാവനെ വലിയ മാറ്റമൊന്നും വരുത്തില്ല. ജോണി കാക്കുനെ മാറ്റി, ഹിവോക്കോമൂസിനെ മാറ്റിയായിരുന്നു. നല്ലൊരു ഫ്രീ കിക്ക് മുംബൈ സിറ്റിക്ക്. നല്ലൊരു ചാൻസ് ഈസിയായി ലക്കി ഗോൾ എന്നാണ് പറയുന്നത്. ജയിച്ചിട്ടുണ്ട്. എന്തായാലും 81-ാം മിനിറ്റിൽ വീണ്ടും മുംബൈ സിറ്റിക്ക് ഒരു ചാൻസ് ചെയ്തിരിക്കുകയാണ്. 2-2 ആയിരിക്കണം. 84-ാം മിനിറ്റിൽ അവസാന 6 മിനിറ്റിൽ ഒരു ചാൻസ് കൂടി ഏറ്റിക്കാൻ മുഹമ്മദ് ഖാൻ എത്തിയിരിക്കുകയാണ്. ആഷിഖ് അർമാൻ സാദിഖ് ഗോളടിച്ചിരിക്കുകയാണ്. എന്തായാലും ഉറപ്പിക്കാൻ പറ്റും ഏറ്റിക്കാൻ മുഹമ്മദ് ഖാൻ ജയിച്ചിരിക്കുകയാണ് ഏഷ്യൻ കപ്പിൽ സെക്കൻഡ് റൗണ്ടിൽ. അപ്പം 6 പോയിൻ്റ് ഉറപ്പിക്കാൻ നേരത്തെ എന്നാണ് മുംബൈ സിറ്റി പറയുന്നത്. നല്ലൊരു ചാൻസ് മിനിറ്റിൽ അടിച്ചിരിക്കുകയാണ് മകവടി ഗോൾ. വീണ്ടും ഇവിടെ ഐശ്റായിക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ഏറ്റിങ്ങ മുഹമ്മദ് ഖാൻ്റെ. ഐശ്റായി നല്ലൊരു ക്രോസ്. അർമാൻ സാദിഖ് ലാസ്റ്റ് എന്താണ് പറയുന്നത്, ഒരു സിനിമാറ്റിക് ട്വിസ്റ്റ് തന്നെ അവിടെ നടന്നിരിക്കുകയാണ്. പക്ഷേ 3-4 സ്കോർ ബോൾ നോക്കി. പക്ഷേ വീണ്ടും ഇവിടെ മുംബൈ സിറ്റിക്ക് ആഷിഖുനില്ല നല്ല ഡിഫെൻഡിങ്. ലാസ്റ്റ് ട്വിസ്റ്റാണ്. 0 മുംബൈ സിറ്റി 3 വെച്ചു. പക്ഷേ എത്തിക്ക മുഹമ്മദ് ഖാൻ ഒട്ടും വിട്ടു കൊടുക്കാതെ 4 അവരെ ബോക്സിലേക്ക് അടിച്ച് എത്തിക്ക മുഹമ്മദ് ഖാൻ അങ്ങനെ ജയിച്ചിരിക്കുകയാണ് മച്ചാമാര്. അപ്പം നമുക്ക് ലീഗിലൊക്കെ തിരിച്ചു വരും മച്ചാണ്. ലീഗിൽ നമുക്ക് ജംഷഡ്പൂരിനെതിരെയാണ്. അപ്പം സ്പിൻ ചെയ്തിരിക്കുകയാണ് മച്ചാണ്. അതും സെക്കൻഡ് ബെഞ്ചിലുള്ള പ്ലേയേഴ്സിന് ഇട്ടിട്ടാണ്. 5-3 എന്തായാലും തോറ്റിട്ടുണ്ട്. ഫസ്റ്റ് തോൽവിയാണ്. വലിയ സീൻ ഉണ്ടെന്ന് വെച്ചാൽ സീനുണ്ട് മച്ചാണ്. നോക്കുക ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സും നമ്മൾ ഒരേ പോയിന്റാണ്. അപ്പം മച്ചാണ് ജംഷഡ്പൂരിനെതിരെയുള്ള കളിയിൽ തോറ്റോടെ നമുക്കൊരു
സ്റ്റേറ്റ് കോമ്പറ്റീഷൻ വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് 27 പോയിന്റ്, നമ്മൾ 27 പോയിന്റ്. പക്ഷെ നമ്മളാണ് ടേബിൾ ടോപ്പേഴ്സ്. കാരണം വെച്ചാൽ നമ്മൾ ഗോൾ ഡിഫറൻസിൽ കുറച്ച് 2 ഗോൾ അധികാമിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതെന്തായാലും അടുത്ത സീസണിൽ പോകും. അപ്പം കുറച്ച് കോമ്പറ്റീഷനാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഇത് ഞാൻ കുറേയായി പറയുന്നു, നിങ്ങൾ ഒരു സപ്പോർട്ട് നമുക്ക് തരുന്നില്ല. ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. 90 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ ആരും നോക്കുന്നില്ല. വെച്ചാൽ രണ്ടാമത് നോട്ടിഫിക്കേഷൻ ഓണാക്കി നല്ലവണ്ണം എൻജോയ് ചെയ്ത് കാണാൻ ശ്രമിക്കാൻ വെച്ചാൽ. അപ്പോൾ നിങ്ങളെ വീഡിയോ ക്വാളിറ്റിയോ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ചിലപ്പം എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.